ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാണ് നമുക്ക് വേണ്ടി പോകുക? ആരെയാണ് ഞാൻ അയക്കുക? യേശുനാഥൻ പ്രവാചകനോട് ചോദിക്കുന്ന മനോഹരമായ ഒരു ചോദ്യമാണ്. മിശിഹായിൽ സ്നേഹമുള്ളവരെ, തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗത്തിലും യേശുനാഥൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിളവധികം വേലക്കാരോ ചുരുക്കം, എന്നാൽ വിളവിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അന്ധരായ രണ്ട് യാചകർ യേശുനാഥൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന്. യേശുനാഥൻ അവരെ വിളിച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്നു, എനിക്ക് നിങ്ങൾക്ക് കാഴ്ച നൽകുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ അന്ധയാചകർ പറയുന്നു, കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുനാഥൻ അവർക്ക് കാഴ്ച നൽകിയിട്ട് അവരോട് പറയുന്നു, നിങ്ങളിതാരോടും പറയരുത് എന്ന്. എന്നാൽ തങ്ങൾക്ക് ലഭിച്ച ഈ നന്മ മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സുവിശേഷമായി തീരുവാൻ അവർ തീക്ഷ്ണതയോടെ യാത്ര ചെയ്യുന്നുണ്ട്. പിശാച് ബാധിതനായ ഒരുവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് സൗഖ്യത്തിനായി അവൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ യേശുനാഥൻ അവന് സൗഖ്യം നൽകി പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട യഹൂദരും ഫരീസയരും നിയമജ്ഞരുമൊക്കെ അവനെ ശാസിച്ചുകൊണ്ട് പറയുകയാണ്, ഇവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ, ഇതിനൊന്നും ചെവി കൊടുക്കാതെ യേശുനാഥൻ സുവിശേഷ പ്രഘോഷണവുമായി സുവിശേഷത്തിന് തൻ്റെ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് ദൈവരാജ്യം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനായി അവൻ മുന്നോട്ട് പോകുന്നു. ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട്, രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട്, നന്മ ചെയ്തുകൊണ്ട് അവൻ സഞ്ചരിച്ചു എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യേശുനാഥന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി. ക്രിസ്തുവിനാൽ മുദ്രിതമാക്കപ്പെട്ട എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം അനുകമ്പ നിറഞ്ഞതും കരുണ നിറഞ്ഞതുമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. മാമോദീസായിലൂടെ ഒരു മിഷണറിയായി തീരുവാനായുള്ള വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്ന് അവകാശപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അന്ധരായ ആ യാചകർ ക്രിസ്തുവിൻ്റെ സൗഖ്യമറിഞ്ഞപ്പോൾ, ക്രിസ്തുവിൻ്റെ അനുഭവം സ്വന്തമാക്കിയപ്പോൾ അതിനെ സാക്ഷ്യം നൽകുവാൻ കടന്നുപോയതുപോലെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി കടന്നു പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. യേശുനാഥൻ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പയുള്ളവനായി തീർന്നു. അവൻ പറയുന്നുണ്ട്, ഇവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമാണ് എന്ന്. വിളവധികം വേലക്കാരോ ചുരുക്കം, എന്നാൽ വിളവിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കുവാൻ പ്രാർത്ഥിക്കുവിനെന്ന്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ വിളവിൻ്റെ വേലക്കാരായി തീരുവാൻ, ക്രിസ്തുനാഥൻ്റെ വയലേലകളിൽ സുവിശേഷത്തിന് വേലക്കാരായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഈ വിളി ഏറ്റെടുത്തുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷമായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ മിഷണറിയായി തീരുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. മോശ അഹറോനെ അഭിഷേകം ചെയ്തുകൊണ്ട് ദൈവ ശുശ്രൂഷയ്ക്കായി അവനെ മാറ്റി നിർത്തുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ സമർപ്പണമാണ് അവിടെ കാണുക. പ്രവാചകനെ വിളിക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്ക് വേണ്ടി പോകുക എന്ന്. പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമുക്ക് ലഭിച്ച വിളിക്കനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷമായി തീരുവാൻ, മറ്റുള്ളവർക്ക് സുവിശേഷത്തിൻ്റെ അനുഭവമായി തീരുവാൻ നമ്മുടെ ജീവിതം കാരണമാകട്ടെ. ഫ്രാൻസിസ് അസീസി തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷം അറിയിക്കുവാനായി അയക്കുമ്പോൾ അവരോട് പറയുന്നു, പോകുക, സുവിശേഷമായി തീരുക, ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. പ്രിയമുള്ള എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളിൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷമായി തീരുവാൻ, മറ്റൊരു ക്രിസ്തുവായി തീരുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.